ഹലോ എവരി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ നമ്മുടെ വ്ളോഗ് ഒരു ഫേസ് പാക്ക് ആണ് കേട്ടോ. എന്തായാലും നാളെ ഓണൊക്കെ ആണല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ മുഖത്തൊരു പാക്ക് ഇടുമ്പോൾ അത് നിങ്ങളെയും കൂടി കാണിക്കാമെന്ന്. ഇതൊക്കെ ഞാനും നമ്മുടെ മുന്നത്തെ ചാനലിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ എന്താ ചെയ്യുക, നമ്മുടെ ചാനലിൽ ഇപ്പോൾ ഇല്ലാത്ത സ്ഥിതിക്ക് ഞാൻ ഒരു പ്രാവശ്യം കൂടി ഇടാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അതിന് നമുക്ക് വേണ്ടത് കടലമാവ് 1 ടീസ്പൂൺ, അതുപോലെ തന്നെ 1 ടീസ്പൂൺ അരിപ്പൊടി, പിന്നെ വേണ്ടത് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് കേട്ടോ, കാപ്പിപ്പൊടി. അത് ഇൻസ്റ്റൻ്റ് ആണെങ്കിൽ ഇൻസ്റ്റൻ്റ് എടുക്കാം, അല്ലെങ്കിൽ നമ്മുടെ സാധാ കാപ്പിപ്പൊടി ആയാലും കുഴപ്പമില്ല കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമുക്ക് വേണ്ടത് തേനാണ് കേട്ടോ. തേൻ നമ്മുടെ നാടൻ തേൻ തന്നെയാണ് ഞാനിവിടെ യൂസ് ചെയ്യണത്. അപ്പോൾ അതും കൂടി ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യുക കേട്ടോ. എന്നിട്ട് നമ്മുടെ മുഖത്തൊക്കെ പുരട്ടാൻ പറ്റുന്ന ഒരു കൺസിസ്റ്റൻസിയിൽ ആക്കിയെടുക്കണം. അത് നമ്മുടെ തേൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അടിപൊളി മോയ്സ്ചറൈസറാണെന്ന് നമുക്കറിയാലോ. അതുപോലെ തന്നെ നമ്മുടെ കോഫി പൗഡർ നമ്മുടെ ടാനും ഒക്കെ റിമൂവ് ചെയ്യാൻ ഭയങ്കര ഹെൽപ്ഫുള്ളാണ് കേട്ടോ. ഇതെന്ന് പറഞ്ഞാൽ ഈ പാക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് വെളുക്കാനൊന്നല്ല, നമ്മുടെ മുഖത്തെ കറുപ്പും കരിവാളിപ്പും മാറി ഒരു ബ്രൈറ്റ്നെസ് തരും. ഇത് നമ്മൾ ഡെയിലി യൂസ് ചെയ്യാന്ന് വെച്ചെങ്കിൽ നമ്മുടെ സ്കിന്നിൽ അതിലുള്ള മാറ്റം കാണും. അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങൾ തന്നെയായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചതാണ് കേട്ടോ. ഞാനിതേ മുഖമൊക്കെ വാഷ് ചെയ്ത് വന്ന് നമ്മുടെ മുഖത്ത് ഇത് അപ്ലൈ ചെയ്യാണ് കേട്ടോ. ഇപ്പം ഞാൻ മുഖത്ത് മാത്രമായിട്ട് കാണിക്കണുള്ളൂ. കഴുത്തിൻ്റെ പിന്നിലെ കറുപ്പ് നിറത്തിനും ഇത് വളരെ എഫക്റ്റീവാണ് കേട്ടോ. ഇത് റെഗുലറായിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കളറൊക്കെ ബ്ലാക്ക് കളറൊക്കെ മാറി ടാനൊക്കെ മാറി ഒന്ന് ബ്രൈറ്റായി കിട്ടും. നമ്മുടെ ശരിക്കുള്ള നമ്മുടെ സ്കിന്നിൻ്റെ കളർ നമുക്ക് തിരിച്ച് കിട്ടും. അപ്പോൾ ഇത് എന്താ ചെയ്യാന്ന് വെച്ചാൽ അപ്ലൈ ചെയ്ത് മുഖത്ത് മുഴുവൻ അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു 10-20 മിനിറ്റ് നമ്മുടെ മുഖത്ത് തന്നെ വെച്ച് ഒന്ന് ഡ്രൈ ആവുമല്ലോ. ഇത് മൊത്തത്തിൽ ഡ്രൈ ആയിട്ട് പോവില്ല, കാരണം തേനാണത്. അത് ഇങ്ങനെ നമുക്ക് ഡ്രൈ ആയിട്ട് ഇങ്ങനെ പറിച്ചെടുക്കാൻ പറ്റില്ല. ഒരിത്തിരി നനവോട് കൂടി തന്നെ അത് ഫേസിലിരിക്കും. അപ്പോൾ നമുക്കൊരിത്തിരി ഉണങ്ങിക്കഴിഞ്ഞു എന്ന് തോന്നിക്കഴിഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് വെള്ളം നമ്മൾ അപ്ലൈ ചെയ്തതിന് ശേഷം നന്നായി സ്ക്രബ് പോലെ മുഖത്ത് ഇങ്ങനെ ജസ്റ്റ് പതുക്കെ ഇങ്ങനെ സ്ക്രബ് ചെയ്തിട്ട് അത് മൊത്തത്തിൽ കഴുകി കളയാണ്.